Hello. Hello everyone. This is going to be our second video on our YouTube channel. And I don't want to make this so lengthy. എത്ര ലെങ്ത് ഒന്നും ആക്കണ്ട, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കാര്യം പറഞ്ഞു തീർക്കാം. സോ ബേസിക്കലി ഈ മന്തിൻ്റെ സ്റ്റാർട്ടിൽ ഐ ഗോട്ട് എ റിയലി കൂൾ ക്ലയൻറ്റ് ആൻഡ് ഹിസ് നെയിം ഈസ് എബിൻ ഫിലിപ്സ്. സം ഓഫ് യു മൈറ്റ് know him. He's a pretty popular guy and he's a colorist. So color grading ഒക്കെ ചെയ്യുന്നൊരു he's a super guy bro. And you okay, he's a super guy. So yeah, so I got the opportunity to work for him. And the main thing that he wanted was like he has a personal branding, and he itself is the brand, the main brand. That is him. Just imagine, huh? Okay, he itself is a major brand, and he has a lot of sub brands. Like he has a studio, he has a shooting floor, he has an academy. അപ്പോൾ ഇതിനെല്ലാത്തിനും നമുക്ക് ഒരു ഐക്കൺ വെച്ച് എങ്ങനെ നമുക്ക് ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യാം, ആൻഡ് ദാറ്റ് ഷുഡ് ബി കോമൺ ഇൻ എവറിത്തിങ്. അപ്പം ഇതായിരുന്നു ഒരു കോൺസെപ്റ്റ്, ആൻഡ് ഹീ ന്യൂ വാട്ട് ഹീ വാണ്ടഡ്. അതാണ് മേജർ തിങ്. When you choose client, you should get these kind of clients, and your work will be like so smooth. അപ്പോൾ he knew exactly what he wanted, and it was so easy to work with him. കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും എല്ലാം ഇറ്റ് വാസ് സോ ഈസി ടു വർക്ക് വിത്ത്. അപ്പോൾ യാ, സോ ഐ ഷോ യു ദി പ്രോസസ്. അപ്പോൾ ബേസിക്കലി ഞാൻ ക്രിയേറ്റ് ചെയ്തൊരു 3 മൂഡ് ബോർഡാണ്, ആസ് യു ക്യാൻ സീ. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡാർക്ക് ആൻഡ് വയലറ്റ് ഗ്രേഡിയൻറ്റ്, ആൻഡ് ദിസ് ഡിഡ്ന്റ് വർക്ക് ഔട്ട്. ആസ് യു ക്യാൻ സീ, നമ്മൾ ഈ ഒരു ഡയറക്ഷനിലേ അല്ല ആദ്യം പോയത്. അപ്പോൾ ബിക്കോസ് ആഫ്റ്റർ ദ ഫസ്റ്റ് മീറ്റിംഗ് ഐ ഫെൽറ്റ് ലൈക്ക് this is the vibe that he wanted, this is the mood that he wanted, but idallairno unfortunately. Appo I went with the gradient. That was the first problem that I did, mistake that I did. Appo he didn't want gradient, but I went for gradient. Appo idairno the first thing. And yeah, I've wrote a little thing about why we should choose this. And this is the second mood board. ആൻഡ് ആസ് യു ക്യാൻ സീ, അതും നമ്മൾ ചൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ഒരു ഡിഫറെൻറ്റ് ഡയറക്ഷനിലാണ്. ആൻഡ് ഇറ്റ് ഹാപ്പൻസ് ഓഫൺ ഇങ്ങനെ ഒരു ഡിസൈൻ പ്രോസസ്സിൽ. ഓൾ ഓഫ് ദീസ് ഹാപ്പൻസ്, മിസ്അണ്ടർസ്റ്റാൻഡിങ് എല്ലാം വരും. ആൻഡ് ദിസ് ഈസ് ദ തേർഡ്. ഓ സോറി, ഐ റോട്ട് ഇറ്റ് ആസ് 2. ഐ വോണ്ട് ടു ചേഞ്ച് ഇറ്റ് നൗ. വെയിറ്റ്. ഓക്കെ, അപ്പോൾ ദിസ് വാസ് ദ തേർഡ് വൺ. ആൻഡ് തേർഡ് വണ്ണിൽ ഹീ ടോൾഡ് ഹീ ലൈക്ഡ് ദി കളർ തീം ബട്ട് നോട്ട് ഗ്രേഡിയൻറ്റ്. അപ്പോൾ നമ്മൾ ഗ്രേഡിയൻറ്റ് മാറ്റിയിട്ട് വി ചോസ് ദിസ് സിയാൻ കളർ. ഈ ഒരു സൈഡിൽ നമ്മൾ ഷെയ്ഡ് കാണുന്നില്ലേ, ദിസ് ഷെയ്ഡ് സിയാൻ ആൻഡ് ബ്ലൂ, അല്ല സോറി യെല്ലോ. അപ്പോൾ ഒരു ബ്രൈറ്റ് യെല്ലോ ആൻഡ് സിയാൻ, ദാറ്റ് വൺ ഹീ ലൈക്ഡ് ഇറ്റ്. അപ്പോൾ വി അണ്ടർസ്റ്റുഡ് ഓക്കെ വിച്ച് കളർ ഹി വാണ്ടഡ്. അങ്ങനെ നമ്മൾ ഈ ഒരു കളർ തീം നമ്മൾ ചൂസ് ചെയ്തു, ബട്ട് നോട്ട് ദ ഗ്രേഡിയൻറ്റ്. ഈ ഒരു മൂഡ് ബോർഡ് അല്ല, ബട്ട് ദ കളർ തീം. ആൻഡ് യാ, I think I did. Yeah, this is. അപ്പോൾ this is the mood board that we did. It is not really well, I didn't do my best for this, but we got what we wanted. അപ്പോൾ കളർ തീം ഇതാ നമുക്ക് മനസ്സിലായി. So this is the color theme that we chose at last, and then we went to Illustrator. Okay, അപ്പോൾ this is where everything happens. ഇതാണൊരു whole work file. It is so messy, I know, പക്ഷേ നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ യാ, ഇഫ് വി ഗോ, അപ്പോൾ ഇവിടെ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് ഞാൻ പറയാം. സോ ഐ തോട്ട് ലൈക്ക് ഹീ വാണ്ടഡ് ടു ചൂസ് ടൈപ്പോഗ്രഫി ഫസ്റ്റ്. അപ്പോൾ ടൈപ്പോഗ്രഫി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ടു ചൂസ് എ ഫോണ്ട് വേർ ഹി ക്യാൻ യൂസ് ഇറ്റ് എവറിവെയർ. അപ്പം ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ നോക്കിയത്. ആൻഡ് ഐ സജസ്റ്റഡ് ഹിം എ ലോട്ട് ഓഫ് ഫോൺസ് ലൈക്ക് ദിസ്. ബട്ട് ഇതല്ല, വാട്ട് ഹി മെൻറ്റ് വാസ് ഹി വാണ്ടഡ് എ വേർഡ് മാർക്ക്. അപ്പോൾ നമ്മൾ ലോഗോയിലേക്കാണ് കടക്കുന്നതെന്ന് ഞാൻ ആദ്യം അറിഞ്ഞില്ല. അപ്പം ദർ ആർ എ ലിറ്റിൽ മിസ്കമ്മ്യൂണിക്കേഷൻ, എന്തായാലും പറയാം, മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ വരാറുണ്ട് നമ്മുടെ ഈ ഓരോ മീറ്റിങ്ങിലും ഒക്കെ. അപ്പോൾ ആൻഡ് ദെൻ വെൻ ഹി ടോൾഡ് മീ വാട്ട് ഹി മെൻറ്റ്, ഐ അണ്ടർസ്റ്റുഡ്. അങ്ങനെ നമ്മൾ, ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് കോൺസെപ്റ്റ്. ദിസ് വാസ് മൈ ഫസ്റ്റ് കോൺസെപ്റ്റ്. അപ്പോൾ വാട്ട് ഹി ടോൾഡ് മീ വാസ് ദാറ്റ്, അപ്പോൾ ഹി ഹാസ് ലൈക്ക്, ഞാൻ പറഞ്ഞില്ല, ഒരു സ്റ്റുഡിയോ ഫ്ലോർ ഉണ്ട്, സ്റ്റുഡിയോ ഫ്ലോർ അല്ല, ഷൂട്ടിംഗ് ഫ്ലോർ ഉണ്ട്, ഒരു സ്റ്റുഡിയോ ഉണ്ട്, ആൻഡ് ഹി ഓൾസോ ഹാസ് എൻ അക്കാഡമി. അപ്പോൾ ഈ മൂന്നിനും ഒരു കോമൺ എലമെൻ്റ് ആയിട്ട് വരുന്നത് ഇ ആണ്, ലെറ്റർ ഇ.
അപ്പോൾ ഇഫ് വി ക്യാൻ പ്ലേ സംതിങ് വിത്ത് ദ ലെറ്റർ ഇ, എന്നാൽ നമുക്കത് എല്ലായിടത്തും യൂസ് ആക്കാൻ പറ്റും. അപ്പോൾ ദർ വിൽ ബി സംതിങ് കോമൺ ഇൻ എവറിത്തിങ്. അപ്പം ഒരു ബ്രാൻഡിൻ്റെ സബ് ബ്രാൻഡ്സ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, സോ ദാറ്റ് വാസ് ദ കോൺസെപ്റ്റ് ദാറ്റ് വി ഓൾ എഗ്രീഡ് ടു. അങ്ങനെയാണ് ഞാൻ ആദ്യം ഈ വെച്ചൊന്ന് പ്ലേ ചെയ്യാൻ നോക്കിയത്. ഇവിടെ ഫ്രീലാൻസ് ഫിലിം മേക്കേഴ്സിനെ നോക്കുകയാണെങ്കിലും എവിൻ ഫിലിപ്പിനെ നോക്കുകയാണെങ്കിലും എല്ലായിടത്തും ഈ വരുന്നുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഹി ലൈക്ഡ് ദിസ് കോൺസെപ്റ്റ്. ആക്ച്വലി ഹി ലൈക്ഡ് ദിസ് കോൺസെപ്റ്റ് ഓഫ് ദിസ് നെഗറ്റീവ് സ്പേസ്. ആ ഒരു കളി പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. ബട്ട് അത് അങ്ങോട്ട് സെറ്റായില്ല. ആൻഡ് ദാറ്റ്സ് ഓക്കെ. അപ്പോൾ നമ്മൾ അത് വിട്ടിട്ട് എന്താ പറയുക, ഈ ഒരു പാറ്റേണിൽ വന്നു. സോ വാട്ട് ഐ മെൻറ്റ് വാസ് ലൈക്ക്, ഇപ്പോൾ ഇതിൽ ശരിക്കും മനസ്സിലാവില്ല. ഇഫ് ഐ പുട്ട് ഇറ്റ് ലൈക്ക് ദിസ്, ഒരു ഈ ഷേപ്പ് ഫോം ചെയ്യുകയും ചെയ്യും, ഒരു സ്മോൾ ലെറ്റർ ഈ ഷേപ്പ് ഫോം ചെയ്യുകയും ചെയ്യും. ആൻഡ് ആസ് ഹി ഈസ് എ കളറിസ്റ്റ്, ഒരു കളർ വീൽ ഒരു കോൺസെപ്റ്റും കൂടി നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ ദാറ്റ് വാസ് ദ കോൺസെപ്റ്റ്. ഇതാണ് ഞാൻ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്തത്. റൈറ്റ്, ഐ ഷോ യു. അപ്പോൾ ഇതാണ് ക്രിയേറ്റ് ചെയ്തത്. ആൻഡ് ആസ് യു ക്യാൻ സീ, ഇതിൽ വന്നൊരു ഫോൾട്ട് എന്ന് വെച്ചാൽ ഹി ഡിഡൻ ലൈക്ക് ദിസ് ഗ്രീൻ. കാരണം നമ്മുടെ മൂഡ് ബോർഡിൽ ഈ ഗ്രീൻ ഇല്ലല്ലോ. അപ്പോൾ ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് മാറ്റിയിട്ട് this is what we chose. And in between a lot of thoughts went through. നമുക്ക് ഇങ്ങനെ ചെയ്താൽ എങ്ങനെ അങ്ങനെ നമ്മൾ കുറേ കോൺസെപ്റ്റ് ഇതിൻ്റെ ഇടയ്ക്ക് നോക്കിയിട്ടുണ്ട്. അതാണ് ദാറ്റ്സ് വൈ ദിസ് ഫയൽ ഈസ് ദിസ് മെസ്സി. ബട്ട് ഇതാണൊരു മേജർ കോൺസെപ്റ്റ്. ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ ആ നെഗറ്റീവ് സ്പേസ് വെച്ച് നമ്മൾ ഇങ്ങനെയൊക്കെ പ്ലേ ചെയ്യാൻ നോക്കി. ബട്ട് ഐ ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ്. അത് അത്ര ഒരു ശരിയായിട്ട് തോന്നിയില്ല. ആൻഡ് അറ്റ് ലാസ്റ്റ് നമ്മൾ ഇതിൽ ഉറപ്പിച്ചു. അപ്പോൾ ദിസ് ഈസ് വാട്ട് വി ഡിഡ്. ആൻഡ് ദെൻ വിൽ ഗോ ടു ദ പ്രസൻറ്റേഷൻ പാർട്ട്. അപ്പോൾ എവറി ഫയൽ ഈസ് മെസ്സി, ഓക്കെ? അപ്പം സോ ഡോണ്ട് ജഡ്ജ്. അപ്പോൾ ദിസ് ഇസ് ദ ഫൈനൽ പ്രസൻറ്റേഷൻ ദാറ്റ് ഐ ഡിഡ്. അപ്പോൾ ബ്രാൻഡ് ഗൈഡ് ലൈൻസ് എന്നൊക്കെ പറയാം. അപ്പോൾ സോ ദിസ് ഈസ് ദ പ്രൈമറി ലോഗോ, ദ പ്രൈമറി ഐക്കൺ ഓഫ് ദിസ് ഹോൾ റീബ്രാൻഡിങ്. അപ്പം ഇതാണ്. ആൻഡ് ദിസ് ഈസ് ദി കളർ പാലറ്റ്. This is the, what do you call, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ രീതിയിൽ. സോ ഹിയർ വി ഹാവ് ഗിവൺ കളർ വീൽ എന്നൊരു കോൺസെപ്റ്റും ഉണ്ട്. ലെറ്റർ ഇ എന്നൊരു കോൺസെപ്റ്റ് നമ്മളിവിടെ നോക്കിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ്. ആൻഡ് ഇഫ് വി ഗോ ഡൗൺ വിൽ സീ. അപ്പം ഇതാണ് സ്റ്റുഡിയോ ഹ്യൂവിൻ്റെ ലോഗോ. ആൻഡ് ദിസ് ഇസ് ദ ഫോണ്ട്. Here I have written, this is the font. Appo Futura is the font that we chose because he wanted something geometric. Appo a geometric font aanu what he wanted, so we took Futura. And secondary font, this font is Inter is a very good font like Helvetica. ജനറലി എല്ലായിടത്തും യൂസ് ചെയ്യാൻ അത്യാവശ്യം നല്ല ഫോണ്ടാണ്. അപ്പോൾ ദിസ് ഈസ് ലൈക്ക് ദ ഫസ്റ്റ് മോക്കപ്പ് ദാറ്റ് ഐ ഡിഡ്, ഒരു വിസിറ്റിംഗ് കാർഡിൻ്റെ. ബേസിക്കലി ഒരു ഹോൾ ബ്രാൻഡ് ഐഡൻറ്റിറ്റിക്ക് വേണ്ടുന്ന മോക്കപ്സ് എനിക്കൊരു സെറ്റായിട്ട് അൺബ്ലാസ്റ്റിൽ കിട്ടിയോണ്ട് സോ ഐ വെൻറ്റ് ഫോർ ദാറ്റ്. അപ്പം ഓരോന്നും ഹൗ ഇറ്റ് വിൽ ലുക്ക് ലൈക്ക് ആ ഒരു ഇത് നമുക്ക് മനസ്സിലായി ഈ ഒരു മോക്കപ്പ് ക്രിയേറ്റ് ചെയ്തപ്പോൾ. അപ്പോൾ ദിസ് ഇസ് ദ ഹോൾ പ്രസൻറ്റേഷൻ ദാറ്റ് ഐ ഡിഡ്. അപ്പം ഓരോ പ്രോജക്റ്റും ഇറ്റ് വിൽ ബി വെരി മെസ്സി അറ്റ് ഫസ്റ്റ്. നമുക്കെല്ലാം ഒന്നും ആദ്യം മനസ്സിലാവണമെന്നില്ല. ഇറ്റ് വിൽ ടേക്ക് ടൈം. ബോത്ത് ദ പാർട്ടീസ് ഷുഡ് മേക്ക് ദെയർ ഓൺ എഫേർട്ട്. ക്ലയൻറ്റും ഒരു എഫേർട്ട് ഇടണം, നമ്മളും ഒരു എഫേർട്ട് ഇടണം. ആൻഡ് അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഐ ഹോപ്പ് യു ഗോട്ട് സംതിങ് ഫ്രം ദിസ് വീഡിയോ. അപ്പോൾ ദിസ് ഈസ് വാട്ട് വി ബേസിക്കലി ഡിഡ്. ആൻഡ് I was really happy with the outcome. ഞാൻ വിചാരിച്ചതിനെക്കാട്ടി നന്നായി ഔട്ട്കം വന്നു. ആൻഡ് the main thing is that he believed in me, and that's all what you want as a designer. The client should have a belief in you. That's what you want. അത് പോരെ ഇല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്കിന്ന് പറയാൻ. ആൻഡ് ഐ ഹോപ്പ് you got something from this video. I'm not sure. So stay tuned and subscribe to this channel, please. അപ്പോൾ അത്രയേ ഉള്ളൂ.